ഡോങ്കിൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചി വിസിറ്റ് ചെയ്തതിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഞങ്ങൾ ഡച്ച് കൊട്ടാരത്തിലെ അകത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നേരെ പോകുന്നത് ജൂത തെരുവിലേക്കാണ്. റോഡിൻ്റെ ഇരുവശത്തും അനവധി കടകളുണ്ട്. അതിൽ മിക്കതും ഈ പഴയകാലത്തെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ കടകളാണ്. എല്ലാത്തിലും പഴയകാല വീട്ടുപകരണങ്ങളും കേരള തനിമയിലുള്ള എല്ലാ നിർമ്മിതികളുമാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം ഉച്ചയായതോടുകൂടിയാണ് ഞങ്ങൾ ഈ തെരുവിലേക്കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരത്തെ സന്ദർശനമായിരിക്കും ഏറ്റവും നല്ല കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുക. ഇപ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല, കാരണം അതികഠിനമായ വേനലാണ് ഇപ്പോൾ ആണല്ലോ. എങ്കിലും ഞങ്ങൾ പോയതുകൊണ്ട് ഈ കാഴ്ച കാണാൻ നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. പഴയകാലത്തെ ഗണപതിയുടെ രൂപങ്ങളും പഴയ ഇല്ലങ്ങളിലും വസതികളിലും രാജകൊട്ടാരങ്ങളിലും ഉപയോഗിച്ചിരുന്ന അനേകം വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് ജൂതപ്പള്ളി. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇത് അന്നത്തെ കാലത്തെ ജൂതപ്പള്ളിയുടെ ചരിത്രപരമായ രേഖകളാണ് കാണിക്കുന്നത്. ഈ മട്ടാഞ്ചേരി സിനഗോഗ് നിർമ്മിച്ചിരിക്കുന്നത് 1567 ഇത് കോമൺവെൽത്ത് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിലാണ്. അത് AD 14-ാം നൂറ്റാണ്ടിലാണ്. അതിനുശേഷം അവർ കൊച്ചിയിലേക്ക് ബിസിനസ്സുകൾ മാറ്റുകയും കൊച്ചി അവർ പ്രധാന ഇതാക്കി മാറ്റുകയും ചെയ്തു. താഴെ കാണുന്ന ചൈനീസിൽ നിർമ്മിച്ച പോർട്സ്ലൈൻ തറയോടുകളാണ് താഴെ കാണുന്നത്. നമ്മൾ മാളജൂത പള്ളി കണ്ടതിനേക്കാളും അകത്തളങ്ങളിൽ നല്ലവിധം ലൈറ്റുകൾ കാണാൻ നമുക്ക് സാധിക്കും. കൂടുതൽ ലൈറ്റുകളും ഇരിപ്പിടങ്ങളും ഉണ്ടായിരുന്നു ഇരിക്കാനായിട്ട്. നമുക്കല്ല, പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വയസ്സായവർക്ക്. ഇത് 1805 തിരുവിതാംകൂർ മഹാരാജാവ് സംഭാവന ചെയ്തതാണ് ഈ ടൈലുകൾ. കേണൽ മക്കാള സമർപ്പിച്ച വെള്ളി വിളക്കുകളും നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന കാഴ്ചകൾ. മാളയിലെ ജൂതപ്പള്ളിയിൽ നമുക്ക് മുകളിലേക്ക് കയറാൻ സാധിച്ചു. അവിടെയാണ് സ്ത്രീകൾക്ക് ഇരിപ്പിടം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറുവാൻ സാധിച്ചില്ല. അത് അവിടെ അടച്ചിരിക്കുകയാണ്. കാരണം കാലപ്പഴക്കത്തിൻ്റെ ഇതുമൂലം ചില തകരാറുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് കയറാനായിട്ട് നമുക്ക് 15 രൂപയാണ് എൻട്രി ഫീസ് ഒരാൾക്ക്. ഇപ്പോഴും അനവധി ഇസ്രായേലിൽ നിന്നും അനേകം ആൾക്കാർ ഇവിടെ സന്ദർശനത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ജൂത സിമിത്തേരിയിലേക്ക് പോകാൻ സാധിച്ചില്ല, വെയിലിൻ്റെ കാഠിന്യം മൂലം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെയൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. അനേകം സിനിമകൾക്ക് ഈ ജൂതത്തെരുവ് കഥാപാത്രമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത്. ഓട്ടോറിക്ഷയ്ക്ക് ഒരു മിനിമം 1.5 കിലോമീറ്ററാണ് ഇവിടുന്ന് ദൂരം ഉണ്ടായിരിക്കുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഓട്ടോയ്ക്ക് ഫെയർ ചാർജ് കൂടുതലാണ്. മിനിമം 50 രൂപയാണ് അവർ വാങ്ങിക്കുക. കൂടുതൽ വാണിജ്യ സ്ഥാപനങ്ങളുടെയും റോഡ് ഭയങ്കര ഇടുങ്ങിയത് കാരണം ട്രാഫിക് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ട്
ഫെറിയുടെ അവിടേക്ക് തിരിച്ചെത്തി. അവിടെ നിന്ന് വീണ്ടും 6 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് തിരിച്ച് മേനകയിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏത് സമയത്തും അവിടെ നല്ല തിരക്കായിരിക്കും. ബസ്സിനേക്കാളും എളുപ്പത്തിൽ സമയലാഭത്തിൽ പൈസ ലാഭത്തിലും നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മേനകയിലേക്ക് വരാൻ സാധിക്കും. കൂടുതൽ ഇതുപോലത്തെ സൗകര്യങ്ങൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഉച്ചയായുള്ള സമയത്തായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ അറബിക്കടലിൻ്റെ റാണിയുടെ സൗന്ദര്യം ഞങ്ങൾ ആസ്വദിച്ച് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ബോട്ട് കരയ്ക്കടക്കാറായി. ബോട്ട് ഡ്രൈവർ തീരത്തിനോട് അല്ലെങ്കിൽ ബോട്ട് ജെട്ടിയോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞങ്ങൾ സീറ്റിൽ നിന്നും എണീക്കാണ്ട് ബോട്ട് നിർത്തിയതിന് ശേഷം ഇറങ്ങാമെന്നുള്ളതിലായി ഞങ്ങൾ ഇറങ്ങാനായിട്ടുള്ള ഇതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു ധൃതിയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ക്ഷമയോടെ ക്യൂ ആയിട്ടാണ് നിന്നേച്ചിരുന്നത്. കുറേ ആൾക്കാർ അവിടെ സെൽഫി എടുക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ കിടക്കുന്നത് സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ എനർജിയിൽ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ബോട്ടാണ്. പുതിയതായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ആകെ ഒരെണ്ണമാണ് ഇവിടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ റഹ്മാനിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതാണ്. എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണിയും പിന്നെ മിന്നുവിന് ചിക്കൻ അധികം താല്പര്യമില്ലാത്തത് കാരണം ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. കൂടെ എനിക്കും. എല്ലാവരും നല്ലവണ്ണം ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. കൊച്ചിയിലെ ഏറ്റവും ഒരുവിധം നല്ല ഒരു ഹോട്ടലാണ് റഹ്മാനിയ ഹോട്ടൽ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കയറാൻ സാധിച്ചില്ല, അത്രയും ക്യൂ ആയിരുന്നു. പിന്നെ നല്ലവണ്ണം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അമ്മൂസും മിന്നൂസും റോസും ഗോഡും നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ മെട്രോയിലേക്ക് പോയി. കാരണം അമ്മൂസും മിന്നൂസും മെട്രോയിൽ കയറിയിട്ടുണ്ടെങ്കിലും റോസും ഗോഡും ഇതുവരെ കയറിയിട്ടില്ല. അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ ഒരു യാത്രയാണ് ഇപ്പോൾ പോയി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിന്നൂസിന് യാതൊരു പേടിയില്ല എസ്കലേറ്ററിൽ കയറാനായിട്ട്. അവൾ കൈയൊന്നും പിടിക്കാണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ധൈര്യവതിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഇറങ്ങാൻ നേരത്തുള്ള അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഭയമായിരുന്നു. കാരണം എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളത്. എങ്കിലും ചേച്ചി അവളുടെ കൈ പിടിച്ചിട്ടുള്ള കാരണം ധൈര്യമായിട്ട് തന്നെ അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെട്രോയിൽ കയറി ഞങ്ങൾ നേരെ ലുലുവിലേക്കാണ് പോയിരിക്കുന്നത്. കൊച്ചിൻ മെട്രോ സ്റ്റാർട്ട് ചെയ്തത് 1999. E.K. നായനാറാണ് ഇത് നമുക്ക് ഇങ്ങനെ ഒരു മെട്രോ വേണമെന്ന് ആലോചിച്ചത്. 2004 അത് ഉമ്മൻചാണ്ടി ഇതിനു വേണ്ടി കരാർ ഒപ്പിട്ടു. 2007 PS അച്യുതാനന്ദൻ്റെ ഭരണകാലത്താണ് ഇത് തുടങ്ങിയത്. 2016 ജൂൺ 17 നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം നടത്തിയത്. അവിടെ നിന്ന് ശേഷം ഞങ്ങൾ നേരെ ലുലുവിലേക്കാണ് പോയത്. ലുലു ഓപ്പൺ ചെയ്യുന്നത് 2013 മാർച്ച് 10. 62,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ 6,20,000
20,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇത്. നമുക്ക് ഉള്ളിലുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങൾ അനേകം. ലുലുവിനെ കുറിച്ച് നമുക്ക് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിലും നമ്മൾ കൂടുതൽ വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ ഇതുപോലത്തെ ആവശ്യമാണ്, വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം നടന്നു. പിള്ളേർക്ക് അത്, എൻ്റെ കൂടെ വന്ന കുട്ടികൾക്ക് അതൊരു സന്തോഷമാണല്ലോ. അതിനുശേഷം ഞങ്ങൾ നേരെ മുകളിലേക്കാണ് പോയത്. അവിടുത്തെ ഫുഡ് കൗണ്ടറിലേക്കാണ് പോയത്. ഞങ്ങൾ ഏകദേശം അവിടെ എത്തുമ്പോൾ ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു. ഫുഡ് റഹ്മാനിയിൽ ഫുഡ് കഴിച്ചത് കൊണ്ടും ഇവിടെ ചെറിയൊരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കണ്ടെത്തി. അമുലിൻ്റെ ഐസ്ക്രീമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഗോഡുവിനും റോസുവിനും അമ്മുവിനും ചോക്ലേറ്റിൻ്റെയും എനിക്കും മിന്നുവിനും വാനില ഐസ്ക്രീമാണ് ഞങ്ങൾ കഴിച്ചത്. ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടുത്തെ ഭംഗിയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഫുഡ് കൗണ്ടറൊക്കെ കൂടുതൽ സന്ദർശിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. കൂടുതൽ സെൽഫിയൊക്കെ എടുത്ത് ഫണ്ടൂറയിലുള്ള കൂടുതൽ കളിസ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ താഴത്തേക്ക്, അതായത് ലുലുവിൻ്റെ കൗണ്ടറിലേക്ക് പോയി. അങ്ങനെ എക്സ്കലേറ്റർ ഇറങ്ങി ഞങ്ങൾ തിരികെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മളവിടെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഒടുക്കത്തെ ക്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ കൊച്ചിയുടെ പിക്നിക്കിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി എത്തുന്നതായിരിക്കും.